ഒരു കപ്പ ബിരിയാണിയുടെ റെസിപ്പി ആയാലോ അതിനായിട്ട് കപ്പ മീഡിയം സൈസിൽ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വെളുത്തുള്ളിയുടെ പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പും വിനാഗിരിയും ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഇനി ഒരു കടായി ചൂടായതിനു ശേഷം എണ്ണ ഒഴിച്ച് അതിലേക്ക് വലിയ ഉള്ളിയും ഉപ്പും ചേർത്തിട്ട് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിക്കാം. ഉള്ളി ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് കറിവേപ്പിലയും തക്കാളിയും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേവിക്കാം. അങ്ങനെ നമ്മുടെ ഉള്ളിയും തക്കാളിക്ക് നല്ലതുപോലെ കുക്കായിട്ടുണ്ട്. ഇനി അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം. ഇനി നമുക്കതിലേക്ക് മാഗ്നേറ്റ് ചെയ്ത് വെച്ച് ചിക്കൻ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് നമുക്ക് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് മല്ലിയില ഇട്ട് കൊടുത്ത് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കപ്പ അതിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഞാനിതിലേക്ക് തേങ്ങയും വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. ആ വറവോടെ ഇട്ട് കൊടുത്താൽ നമ്മുടെ കപ്പ ബിരിയാണി ഇവിടെ റെഡിയായി.